ഹോരാശാസ്ത്രം പ്രഥമാധ്യായം രാശിഭേദപ്രകരണം 11-ാമത്തെ ശ്ലോകം. ക്രൂരസൗമ്യപുരുഷവനിതേ ചരാഗദ്വിദേഹ വ്രാഗാദീശ ക്രിയവൃഷനർക്കർക്കിടസ്ത്രികോണ മാർത്താണ്ഡേന്ദുരൈജസുമഭേ ചന്ദ്രഭാനുച്ചഹോരേ ദ്രേക്കാണസ്യു സുഭവന സുതത്രിത്രികോണാദിവാനാം. അർത്ഥം: മേടം, മിഥുനം മുതലായ ഓജരാശികളൊക്കെയും ക്രൂര സ്വഭാവങ്ങളും പുരുഷരാശികളുമാകുന്നു. എടവം, കർക്കിടം തുടങ്ങിയ രുഗ്മരാശികൾ മുഴുവനും സൗമ്യ സ്വഭാവങ്ങളും സ്ത്രീരാശികളുമാണ്. ഓജരാശികളെ കൊണ്ട് വിചാരിക്കുന്നവ സകലവും ക്രൂര സ്വഭാവമായിരിക്കും. യുഗ്മരാശികളെ കൊണ്ട് വിചാരിക്കുന്നവ വിപരീതവുമായിരിക്കും. പ്രശ്നാദികളിൽ ചിന്തിക്കുന്നത് വല്ല സത്വത്തെയാണെങ്കിൽ അതും പദാർത്ഥത്തെയാണെങ്കിൽ അതും ക്രൂരമായിരിക്കും. ജാതകത്തിൽ ഉദയലഗ്നം, ചന്ദ്രൻ നിൽക്കുന്ന രാശി ഇതുകൾ ഓജങ്ങളായാൽ ആ ശിശു വളരെ ക്രൂരനായിരിക്കും. യുഗ്മരാശികൾക്കു ഫലം വിപരീതമാകുന്നു. ക്രൂരാസ്യോ ക്രൂര ഭവഞ്ചേൽ എന്ന് പ്രമാണവുമുണ്ട്. അപ്രകാരം തന്നെ ഓജരാശികളെ കൊണ്ട് വിചാരിക്കുന്ന മനുഷ്യാദി സത്വങ്ങളൊക്കെയും പുരുഷനല്ലെങ്കിൽ കൂടി പുരുഷപ്രകൃതിയും, യുഗ്മം കൊണ്ട് വിചാരിക്കുന്നത് മുഴുവനും സ്ത്രീ പ്രകൃതിയും ചാവല്യാദികളായ സ്ത്രീ പ്രകൃതികളോട് കൂടിയും ഇരിക്കുന്നതാണ്. ഗർഭപ്രശനം, ചോരപ്രശനം, ചിന്താപ്രശനം മുതലായവയിൽ ഓജരാശികളെ കൊണ്ട് പുരുഷനെയും യുഗ്മരാശികളെ കൊണ്ട് സ്ത്രീയെയുമാണ് വിചാരിക്കേണ്ടത്. മേടം, കർക്കിടകം, തുലാം, മകരം ഇതുകൾ ചരരാശികളും എടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം ഇതുകൾ സ്ഥിരരാശികളും മിഥുനം, കന്നി, ധനു, മീനങ്ങൾ ഉഭയരാശികളും ആകുന്നു. യാത്രാദി ചരകാര്യങ്ങളിൽ ചരരാശി നല്ലതാണ്. ജാതകത്തിൽ ലഗ്നം ചരരാശിയായാൽ അയാൾ സഞ്ചാരശീലനായിരിക്കും. സ്ഥിരരാശികളെ കൊണ്ട് ചരത്തിന് പറഞ്ഞതിൻ്റെ വിപരീതവും ഉഭയരാശികളെ കൊണ്ട് ഫലം മിശ്രമാണെന്ന് വിചാരിക്കേണ്ടതാണ്. ഉഭയരാശികൾക്ക് ചരത്തോടടുത്ത പകുതി ഭാവവും ചരപ്രകൃതിയായും സ്ഥിരത്തോടടുത്ത പകുതി ഭാവവും സ്ഥിരപ്രകൃതിയുമാണെന്ന് വിചാരിക്കേണ്ടതെന്ന് ഒരു പക്ഷവുമുണ്ട്. രോഗപ്രശ്നത്തിങ്കൽ ലഗ്നാരൂഢങ്ങൾ ചരങ്ങളായാൽ രോഗം മാറുമെന്നും സ്ഥിരങ്ങളായാൽ വളരെ താമസിച്ചേ പണിപ്പെട്ടേ രോഗം മാറുകയുള്ളെന്നും മറ്റും യുക്തിക്കനുസരിച്ച് പറയാവുന്നതാണ്.